ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇന്നലെ രാത്രി ഞാൻ മരിച്ചു. എന്നെ കാണാനാ ഇത്രയും പേര് വന്നിരിക്കുന്നത്. നല്ല കുട്ടിയായിരുന്നു. ഇന്നലെ കൂടി സൈക്കിളുമായി നടക്കുന്നത് കണ്ടതാ. ദൈവമേ, ഈ കുരുക്കടാതൊക്കെ കുട്ടികൾക്ക് അറിയോ? എന്താ ചെയ്യുന്നത് ഭഗവാനേ? ഞാൻ കണ്ടതാ. കൊട്ടേട്ട് കരഞ്ഞ് ഒരുപാട് സങ്കടപ്പെട്ട് വാതിലടച്ച് പൊട്ടി കരയുന്നത് ഞാൻ കണ്ടതാ. ഒരു മിണ്ടാണ്ടിരിക്ക ചെല്ലാം. കാലൊക്കെ സുഖലൊക്കെ നീയാണോ ഇതൊക്കെ പറയുന്നത്? കുരുങ്ങി അവരെല്ലാം പഠിച്ചു കാണും. നാളത്തെ ഒരു കോടി എടുക്കട്ടെ ടീച്ചറെ. ഒന്ന് പോയാട്ടെ അവിടുന്ന്. മരണ വീട്ടിലാണോ നിന്റെ ലോട്ടറി കച്ചവടം? സുധാകര മാഷേ, എത്ര നേരമായി കാത്തിരിക്കുന്നു. നിങ്ങൾ വീട്ടിൽ വാങ്ങാൻ പോയതോ അതോ ഉണ്ടാക്കാൻ പോയതോ? വേഗം ചെന്നാടെ കുട്ടിയുടെ നെഞ്ചത്ത് വെക്കണം. അല്ലേ നാട്ടുകാർ എന്ത് പറയും? അല്ലേലും നമ്മൾ എന്തോ പറഞ്ഞിട്ടോ അവൻ ഈ കടുങ്കൈ ചെയ്തെന്ന് പറച്ചിലുണ്ട്. ടീച്ചറെ പറഞ്ഞു നെഞ്ചത്തോട്ട് കയറല്ലേ. കുട്ടികൾ തെറ്റ് ചെയ്ത പിന്നെ ശാസിക്കണ്ടേ? നമ്മളെല്ലാം അങ്ങനെയല്ലേ പഠിച്ചേ? വഴക്ക് പറഞ്ഞ അപ്പ ചെന്ന് തൂങ്ങാം. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എത്ര തൂങ്ങണം? ദിവാകര മാഷ് അടിച്ചിരിച്ചുകൂടി എപ്പോഴും ഈ ചന്തിക്ക് കാണണോ? അതൊക്കെ നീ കോടതി ചെന്ന് കാണിച്ചാൽ മതി മാഷേ. സംഭവം പ്രശ്നമാണ്. വിദ്യാർത്ഥി സംഘടനകളെല്ലാം ഇളകിയിരിക്കാം. ചാനലിലും വാർത്തയിലും എല്ലാം ഇത് തന്നെയുള്ളൂ. കാര്യം എങ്ങനെ ഒതുക്കില്ലേ മാഷി പെടും. ഞാൻ എന്തോരൊക്കെ ചെയ്തിട്ടാ കുട്ടികളെ തെറ്റ് ചെയ്ത് ജനൽ പൊട്ടിക്കുമ്പോ പിന്നെ മിണ്ടാണ്ടിരിക്കെ ചെയ്യാം. നിങ്ങളൊരു മാഷിയല്ലേ? നിങ്ങൾ പറ. ആരാ പറയേ കുട്ടികൾ തല്ലുകൂടിയത്? കുട്ടികളല്ലേ, കളിക്കില്ലേ? കളിക്കുന്നതിനിടയില് സ്കൂൾ ജനൽ പൊട്ടി. അല്ല, ഒരു ചെറിയ സ്ക്രാച്ച് വീണു, അത്രയേ ഉള്ളൂ. അതിനെല്ലാവരുടെ ഇടയിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടേ? അച്ഛനെ കൂട്ടി വരാൻ പറയാ. 300 രൂപ അടച്ചില്ലെങ്കിൽ അന്നത്തെ പരീക്ഷ എഴുതിക്കില്ലെന്ന് പറയാൻ ഈ മാഷ ആരാണ് അധ്യാപകർക്ക് ഇത്രയും അധികാരം നൽകിയത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയ സഹപാഠിയായ ഹാരവിനെ മരണത്തിലേക്ക് തള്ളിയിട്ടവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാതെ നമുക്ക് ഇനി വിശ്രമമില്ല. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. പറയണ്ട മോനെ, ഒന്നിന് പകരം 100 ചെല്ലച്ചെല്ല് അച്ഛൻ വാങ്ങി തരുമായിരുന്നല്ലോ. എന്റെ പൊന്നെ, എന്റെ മുത്തേ, നിങ്ങളെ തല്ലോന്ന് കരുതിട്ടോ എന്റെ കുട്ടികളോട് പറയാതെ? അമ്മയോട് പറയാതില്ലട കണ്ണ. അമ്മയോട് പറയാതെ ഒന്ന് പോയില്ലട പൊന്നെ. അമ്മയുടെ പൊന്നെ, അമ്മയുടെ മുത്തേ, എനിക്കിത് തയ്ത്ത് വെക്കല്ലേ. 300 രൂപക്ക് വേണ്ടി നിങ്ങൾ എന്റെ മോനെ കൊന്നിട്ട് ഇപ്പൊ എന്റെ കുഞ്ഞിന്റെ നെഞ്ചത്ത് പരസ്യമൊക്കെ വന്നിരിക്കുന്നു. പോയിക്കോളല്ലോ, പോ മാഷെ. എന്നോടൊരു വാക്ക് പറയായിരുന്നില്ല മാഷെ. നിങ്ങൾക്ക് എത്ര പൈസ വേണേലും തന്നേനല്ലോ ഞാന്. എന്നിങ്ങനെ കൊല്ലണേർന്നു നിങ്ങൾക്ക്. എന്റെ മോനെ എത്ര വേദന തിന്നു കാണും മാഷെ. എന്റെ പൊന്നെ, അമ്മയുടെ മുത്തേ. അമ്മേ, മാഷോട് ദേഷ്യപ്പെടണ്ട. എന്റെ കയ്യിലുമുണ്ട് തെറ്റ്. ഞാനീ മരിച്ചു കിടക്കുമ്പോ നിങ്ങൾ എല്ലാവരെയും കാണിക്കുന്ന സ്നേഹമല്ലേ, അത് ഇത്തിരി നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ ഞാൻ മരിക്കൂലായിരുന്നു. നിങ്ങളുടെ ഒക്കെ ഒരു വാക്ക് മതി ഞങ്ങളെ വളർത്താനും തളർത്താനും. എന്റെ പ്രിയ കൂട്ടുകാരെ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് എന്റെ ഈ ഗതി വരരുത്. പ്രതിസന്ധികൾക്കപ്പുറം ജീവിതമുണ്ട്. ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കരുത്, പറയരുത്, ചെയ്യരുത്.